ഈ തുരുണിക്കര MD UPSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കിണറ്റിൽ വീണ് അപകടം സംഭവിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം കൂടി ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ഞാൻ ഇന്നലെ അതിൽ തുറക്കം മുതൽ തന്നെ ഇടപെട്ടിരുന്നു. ആശുപത്രി അധികാരികളുമായിട്ട് സംസാരിച്ചിരുന്നു. കുട്ടിയുടെ അച്ഛനുമായി ഞാൻ സംസാരിച്ചിരുന്നു, ഫോണിൽ കൂടെ സംസാരിച്ചിരുന്നു. ഇന്നലെ കുറച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം സ്കൂളുകളിൽ സുരക്ഷാ കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതും പരിശോധിക്കും. വിദ്യാഭ്യാസ ഡയറക്ടറോട് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിയ ഉടനെ തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കും. അതെ, AEയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും അത് സംഭവിക്കുന്നതാണ്. കാര്യം വെച്ചാൽ ഈ ബോഗി അനുവദിക്കാറില്ല. ഇപ്പോൾ രണ്ടിപ്പോൾ കൺസെഷൻ കട്ട് ചെയ്തു. കുട്ടികൾക്കുള്ള കൺസെഷൻ കേന്ദ്ര ഗവൺമെന്റ് കട്ട് ചെയ്തു. പിന്നെ ഇത്രയും കുട്ടികളൊക്കെ റിലീസാക്കുന്നത് പലപ്പോഴും വൈകുന്നു. അത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മുന്നൊരുക്കം ടിക്കറ്റ് ബുക്ക് ചെയ്തു, സാറിന് ചെയ്യുന്ന പോലെ ഇക്യുവിന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് MPയുടെ ഓഫീസിൽ നിന്നെല്ലാം കത്ത് കൊടുത്തു. അവസാന നിമിഷത്തിലാണ് അത് ഇല്ലെന്ന് പറയുന്നത്. മുന്നൊരുക്കം നടത്താതെ ചെയ്യില്ലല്ലോ. ഒരു മത്സരത്തിന് പോയല്ലേ. അത് നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അവസാനം നമ്മൾ ആ കുട്ടികൾ കളിക്കണം എന്നുള്ള നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റാണ് ഉടയപ്പക്ക് അവരെ കൊണ്ട് മുഴുവൻ കുട്ടികൾക്കും ഫ്ലൈറ്റിലുള്ള ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതൊക്കെ അവർ അറേഞ്ച് ചെയ്തുള്ളൂ. അതിനെപ്പറ്റി നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് 2 മാസത്തെ ശമ്പളമാണ് മുടങ്ങിയിട്ടുള്ളത്. ഇനി ഒരു മാസത്തെ ഇപ്പോൾ 11,9 ലക്ഷം രൂപ പൂർണ്ണതിനെ കൊടുക്കും. അടുത്ത ഒരു മാസത്തെ പിന്നെ വരുന്ന ഒരു മാസം കൂടി ചെയ്യണം. അത് കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്.